Hello friends, welcome back to Sudeep's Easy Learning, and in this section we are going to study about method of variation of parameters from the chapter Ordinary Differential Equations. And I am very happy to inform that these videos are available in 5 languages, that is English, Malayalam, Telugu, Tamil and Hindi. And this is the English version. So let's begin. അപ്പം നമ്മൾ മൊഡ്യൂൾ 2 മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് ഈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് വെച്ചാൽ C1F1 + C2F2 എന്നാണ്. അപ്പം ഇതിനകത്ത് C1 C2 എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്, അതുപോലെ തന്നെ F1 F2 എന്ന് പറയുന്ന ഫങ്ഷൻസ് ഓഫ് എക്സും ആണ്. അതുപോലെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല P×F1 + Q×F2. ആൻഡ് ഈ പിയും ക്യൂവും കണ്ടുപിടിക്കാനുള്ള ഫോർമുല P = -F2x/F1F2' - F1F2 × dx. അതുപോലെ തന്നെ ക്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ (F1x/F1F2' - F1'F2 × dx. അപ്പം ഇത് ഈ പിയും ക്യൂവും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് F1ഉം F2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്കതിൻ്റെ പാർട്ടിക്കുലർ ഇൻ്റഗ്രൽ കിട്ടും. ആൻഡ് സിമിലർലി പഴയ പ്രോബ്ലം പോലെ തന്നെ കംപ്ലീറ്റ് സൊല്യൂഷൻ y എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും പാർട്ടിക്കുലർ ഇൻ്റഗ്രലും കൂടെ ആഡ് ചെയ്യുക. അപ്പം നമുക്കിതിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സോ നമുക്ക് ഒരു പ്രോബ്ലമായിട്ട് നോക്കാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ d²y/dx² + 4y = 4 tan 2x ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ബൈ യൂസിങ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പം മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ നമുക്കിതിനെ സോൾവ് ചെയ്യാം? മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്ന സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ d²y/dx² + 4y = 4 tan 2x. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇത് d²/dx² ഫോർമാറ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ d/dx = D ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഇതിനെ D കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പം D² × y + 4y = 4 tan 2x. ഇതിനെ ഒന്നുകൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ y കോമൺ ആയിട്ട് എടുത്താൽ d² + 4y കോമൺ = 4 tan 2x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എല്ലാ ലീനിയർ ഇക്വേഷൻസ് പോലെ അല്ലെങ്കിൽ ഓർഡിനറി ഇക്വേഷൻ പോലെ നമുക്കിതിനെ സോൾവ് ചെയ്യാനും നമുക്ക് കംപ്ലീറ്റ് സൊല്യൂഷൻ y ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് കംപ്ലീറ്റ് സൊല്യൂഷൻ y കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം, y = കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ആണ്. അപ്പം ആദ്യം കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, അടുത്തത് പാർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാം നമുക്ക് ആദ്യം. സോ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമുക്ക് ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കണം കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി. സോ d² + 4ൻ്റെ ഓക്സിലറി ഇക്വേഷൻ ഈസ് m² + 4 = 0. That implies m² = -4. That implies m² = √(-4). That implies m = √(-4). That implies m = ±2i. അപ്പം നമുക്ക് 2i എമ്മിൻ്റെ വാല്യൂ കിട്ടി. എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ആൽഫ ±i β ഫോർമാറ്റിലാണ് നമുക്ക് ഈ വാല്യൂ ഉള്ളത്, ആൽഫ ±i β. അപ്പോൾ റൂട്ട്സ്, അപ്പോൾ ഇത് ഇമാജിനറി ആണല്ലോ, 2i എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇമാജിനറി നമ്പറാണ്. അപ്പം റൂട്ട്സ് ഇമാജിനറി ആണെങ്കിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ = e⁴ × a cos βx + b sin βx. ഇവിടെ നമുക്ക് ആൽഫയുടെ വാല്യൂ ഒന്നുമില്ല, ആൽഫയുടെ വാല്യൂ 0 ആണ്, ബീറ്റയുടെ വാല്യൂ 2. അപ്പോൾ ആൽഫ ബീറ്റ വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. സോ e⁴ ആൽഫ x എന്ന് പറയുമ്പം e⁴ 0x × a cos βx
പറയുമ്പോൾ a cos 2x പ്ലസ് b sin 2x. ഓക്കെ, ഇപ്പോൾ e ടു ദ പവർ 0x എന്ന് പറയുന്നത് e ടു ദ പവർ 0യുടെ വാല്യൂ 1 ആയതുകൊണ്ട് ഇത് 1 ആയി മാറും. അപ്പം നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അപ്പം ഇത് 1 ആയി മാറുന്നതും കൂടെ നമുക്ക് ഈ വാല്യൂ എഴുതേണ്ട ആവശ്യമില്ല. 1 ഇൻറ്റു എനിത്തിങ് അത് ആ നമ്പർ തന്നെയായിരിക്കും. സോ a cos 2x പ്ലസ് b sin 2x. സോ നമ്മളിവിടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. സോ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു a cos 2x പ്ലസ് b sin 2x. പക്ഷേ നമ്മൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻസിനെ എ ബി വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് C1 F1 പ്ലസ് C2 F2 എന്നാണ് നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ്. C1 F1 പ്ലസ് C2 F2. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോൺസ്റ്റൻറ്റിനെ എ C1 ആയിട്ടും ബി എ C2 ആയിട്ടും എഴുതാം. ഇപ്പോൾ എങ്ങനെ എഴുതിയാലും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും അവിടെ ഉപയോഗിക്കാം. സോ C1 cos 2x പ്ലസ് C2 sin 2x. ഇനി നമ്മൾ ഈ ടേമിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ C1 F1 പ്ലസ് C2 F2 എന്നാണല്ലോ. അതേപോലെ C1ൻ്റെ വാല്യൂ C1 ഇവിടെ ഉണ്ട്, C2 ഉണ്ട്. അപ്പം F1ൻ്റെ വാല്യൂ cos 2xും F2ൻ്റെ വാല്യൂ sin 2xും ആയിട്ട് മാറും. അപ്പം നമുക്ക് ഇത്ര സോൾവ് ചെയ്തപ്പോൾ നമുക്ക് F1ൻ്റെ വാല്യൂം F2ൻ്റെ വാല്യൂം കിട്ടി. സോ അങ്ങനെ ഞാൻ എടുത്തെഴുതുവാണ്. F1 ഈസ് ഈക്വൽ ടു cos 2x ആൻഡ് F2 ഈസ് ഈക്വൽ ടു sin 2x. ഓക്കെ, സോ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പർട്ടിക്കുലർ ഇൻ്റഗ്രലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മുടെ F1 F2 വാല്യൂസ് കിട്ടിയതും കൊണ്ട് അത് ഫ്യൂച്ചറിൽ ആവശ്യമുള്ളതും കൊണ്ട് നമുക്ക് മുകളിലേക്ക് എടുത്ത് ഞാൻ എഴുതുവാണ്. അപ്പോൾ വാല്യൂ എടുത്തെഴുതുമ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ വാല്യൂ C1 cos 2x പ്ലസ് C2 sin 2x. അപ്പോൾ C1 cos 2x പ്ലസ് C2 sin 2x. F1 ഈസ് ഈക്വൽ ടു cos 2xും F2 ഈസ് ഈക്വൽ ടു sin 2x. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. സോ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുലയുണ്ട്. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സിനകത്ത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല P ഇൻറ്റു F1 പ്ലസ് Q ഇൻറ്റു F2 എന്നാണ്. അപ്പോൾ നമ്മൾ F1ഉം F2യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. പക്ഷേ Pയും Q വാല്യൂസും കൂടെ കണ്ടുപിടിച്ചാലേ നമുക്കിത് ടോട്ടലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ P കണ്ടുപിടിക്കണം. സോ P കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് F2 ഇൻറ്റു ക്യാപിറ്റൽ എക്സ് ബൈ F1 F2 ഡാഷ് മൈനസ് F1 ഡാഷ് F2 ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ P കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതുപോലെ തന്നെ Q വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് F1 ഇൻറ്റു ക്യാപിറ്റൽ എക്സ് ബൈ F1 F2 ഡാഷ് മൈനസ് F1 ഡാഷ് F2 ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇതാണ് Q കണ്ടുപിടിക്കാനുള്ള ഫോർമുല. P Q വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് F1 ആൻഡ് F2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കിട്ടും. സോ ഫസ്റ്റ് നമുക്ക് Pയുടെ വാല്യൂ കണ്ടുപിടിക്കാം. പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. P വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്കിന് ഡിനോമിനേറ്റർ ആയിട്ടുള്ളത് F1 F2 ഡാഷ് മൈനസ് F1 ഡാഷ് F2 ആണ്. Q വാല്യൂ കണ്ടുപിടിക്കാനും ഡിനോമിനേറ്റർ ആയിട്ട് F1 F2 ഡാഷ് മൈനസ് F1 ഡാഷ് F2 തന്നെയാണ്. അപ്പോൾ രണ്ട് ഡിനോമിനേറ്ററും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് കണ്ടുപിടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യുമ്പോൾ അത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് പോയാൽ മതി. സോ നമുക്ക് ഫസ്റ്റ് ഈ വാല്യൂ കണ്ടുപിടിക്കാം. F1 F2 ഡാഷ് മൈനസ് F1 ഡാഷ് F2. സോ F1 F2 ഡാഷ് മൈനസ് F1 ഡാഷ് F2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താകും? F1ൻ്റെ വാല്യൂ നമുക്ക് അറിയാം, cos 2x നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. ആൻഡ് F2 ഡാഷ് എന്ന് പറയുമ്പോൾ ഡിഫറൻഷിയേഷൻ ഓഫ് F2. ഇപ്പോൾ F2യുടെ വാല്യൂ sin 2x. അതേപോലെ മൈനസ് F1 ഡാഷ് എന്ന് പറയുമ്പോൾ ഡിഫറൻഷിയേഷൻ ഓഫ് F1, ഡി ഓഫ് F1. F1ൻ്റെ വാല്യൂ cos 2x ഇൻറ്റു F2 ആൻഡ് F2 ഈസ് ഈക്വൽ ടു sin 2x. ഓക്കെ, ഇനി ജസ്റ്റ് സോൾവ് ചെയ്താൽ നമുക്ക് ഈ വാല്യൂ നമുക്ക് കിട്ടും. സോ
ഗോയിങ് ഓൺ സോൾവിങ്. cos 2x അതുപോലെ തന്നെ എഴുതി. ഇവിടെ നമുക്കുള്ള ഡിഫറൻഷിയേഷൻ ഓഫ് sin 2x ആണ്. അപ്പോൾ ഡിഫറൻഷിയേഷൻ ഓഫ് sin 2x എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ എന്ത് വരും? cos 2x ഇൻറ്റു 2. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഫോർമുല അറിയാം. ഡിഫറൻഷിയേഷൻ ഓഫ് sin ax ഫോർമുല cos ax ഇൻറ്റു a ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്തെന്ന് മാത്രം. മൈനസ് ഡിഫറൻഷിയേഷൻ ഓഫ് cos 2x. പിന്നെ നമുക്കറിയാം ഡിഫറൻഷിയേഷൻ ഓഫ് cos ax ഫോർമുല എന്താണ്? ഡിഫറൻഷിയേഷൻ ഓഫ് cos ax ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് sin ax ഇൻറ്റു a. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് എഴുതാം. ഡിഫറൻഷിയേഷൻ ഓഫ് cos 2x അപ്പം എന്ത് വരും? മൈനസ് ഓഫ് മൈനസ് sin 2x ഇൻറ്റു 2 ഇൻറ്റു sin 2x. നമ്മളിതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്കിതിനെ cos 2x ഇൻറ്റു cos 2x എന്ന് പറയുമ്പോൾ cos സ്ക്വയർ 2x ഇൻറ്റു 2 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് sin 2x ഇൻറ്റു sin 2x എന്ന് പറയുമ്പോൾ sin സ്ക്വയർ 2x ഇൻറ്റു 2. ഇപ്പോൾ 2 cos സ്ക്വയർ 2x ഇൻറ്റു 2 പ്ലസ് sin സ്ക്വയർ 2x ഇൻറ്റു 2. രണ്ട് സൈഡിൽ 2 ഉള്ളതും കൊണ്ട് നമുക്ക് 2 കോമൺ ആയിട്ട് എടുക്കാം. സോ 2 കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? sin സ്ക്വയർ 2x പ്ലസ് cos സ്ക്വയർ 2x. ഓക്കെ, ഇവിടെ നമുക്ക് വേറൊരു ഫോർമുല ഇനി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് sin സ്ക്വയർ 2x പ്ലസ് cos സ്ക്വയർ 2x എന്ന് പറയുമ്പോൾ sin സ്ക്വയർ ax പ്ലസ് cos സ്ക്വയർ ax ഫോർമാറ്റിലാണ്. അപ്പം sin സ്ക്വയർ ax പ്ലസ് cos സ്ക്വയർ ax ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫോർമുല അറിയാം. sin സ്ക്വയർ ax പ്ലസ് cos സ്ക്വയർ ax ഈസ് ഈക്വൽ ടു 1. ഇതാണ് അതിൻ്റെ ഫോർമുല. സോ നമുക്കതിന് 1 ആയിട്ട് മാറും. ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് sin സ്ക്വയർ 2x പ്ലസ് cos സ്ക്വയർ 2x ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എന്താവും? 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമ്മളിവിടെ f1 f2 ഡാഷ് മൈനസ് f1 ഡാഷ് f2യുടെ വാല്യൂ കണ്ടുപിടിച്ചു. അത് നമുക്ക് എന്ത് കിട്ടി? 2 ആണ് നമുക്ക് കിട്ടിയ വാല്യൂ. അപ്പോൾ ഫർദർ സിംപ്ലിഫിക്കേഷന് വേണ്ടി ഞാൻ ആ വാല്യൂ മുകളിലേക്ക് എടുത്തെഴുതുന്നു. f1 f2 ഡാഷ് മൈനസ് f1 ഡാഷ് f2 ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ്. ഇനി കണ്ടുപിടിക്കാൻ p ആൻഡ് q വാല്യൂസ്. സോ നമുക്ക് ഫസ്റ്റ് p വാല്യൂ. സോ p ഈക്വൽ ടു നമുക്ക് ഫോർമുല ഓൾറെഡി ഉണ്ട്. മൈനസ് ഇൻറ്റു f2x ബൈ f1 f2 ഡാഷ് മൈനസ് f1 ഡാഷ് f2. അപ്പോൾ ഇവിടെ വാല്യൂസ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടും. സോ മൈനസ് ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് f2 ഇൻറ്റു ക്യാപിറ്റൽ എക്സ്. സോ f2യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, sin 2x ഇൻറ്റു ക്യാപിറ്റൽ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ദ റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂ ദറ്റ് ഈസ് 4 tan 2x ബൈ f1 f2 ഡാഷ് മൈനസ് f1 ഡാഷ് f2 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു. ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു dx. ഞാൻ ജസ്റ്റ് ഇവിടെ വാല്യൂസ് അപ്ലൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിനി ഇതിനെ സോൾവ് ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ sin x ഫോർമാറ്റിലും ഇവിടെ tan x ഫോർമാറ്റിലുമാണ്. അപ്പോൾ നമുക്കിതിനെ സോൾവ് ചെയ്യണമെങ്കിൽ രണ്ടും ഒരേ ഫോർമാറ്റിലേക്ക് വന്നാലേ നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് tan x-നെ sin x ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. കാരണം നമുക്കതിൻ്റെ ഫോർമുല അറിയാം. tan x ഈസ് ഈക്വൽ ടു sin x ബൈ cos x. സോ ഈ 4 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടും 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം പുറത്തെഴുതാം. സോ മൈനസ് 4/2 ഇൻ്റഗ്രേഷൻ ഓഫ് sin 2x ഇൻറ്റു ഇനി നമുക്കുള്ള വാല്യൂ 4 tan 2x ആണ്. ഇപ്പോൾ 4 പുറത്തെഴുതി, അപ്പം tan 2x ആണ്. tan 2x എന്ന് പറയുമ്പോൾ sin 2x ബൈ cos 2x ഇൻറ്റു dx. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ ഫോർമുല അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. കാരണം നമുക്ക് tan x ഈസ് ഈക്വൽ ടു sin x ബൈ cos x. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുല ഞാനിവിടെ അപ്ലൈ ചെയ്തെന്ന് മാത്രം. സോ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന വാല്യൂ ഇനി അടുത്ത് എന്താകും? sin 2x ഇൻറ്റു sin 2x ബൈ cos 2x dx അല്ലേ. അപ്പം ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4/2 ആണ്. അപ്പം മൈനസ് 2 ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് sin സ്ക്വയർ 2x ബൈ cos x dx. sin സ്ക്വയർ 2x ബൈ cos 2x ഇൻറ്റു dx ആയിട്ട് മാറും. ദറ്റ് ഈസ് ഈക്വൽ ടു
അപ്പോൾ നമുക്കിതിനെ ഡയറക്റ്റ് ഇങ്ങനെ എഴുതിയില്ലെങ്കിലും നമുക്ക് വേറൊരു ഫോർമാറ്റിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ ഫൈനൽ സൊല്യൂഷൻ ആയിട്ടില്ല. കാരണം ഇവിടെ നമുക്ക് സൈൻ ഫോർമാറ്റും താഴെ നമുക്ക് കോസ് ഫോർമാറ്റും ആണ് ഉള്ളത്. ഒന്നെങ്കിൽ കോസിനെ സൈൻ ഫോർമാറ്റിലാക്കണം, അല്ലെങ്കിൽ സൈനെ കോസ് ഫോർമാറ്റ് ആക്കിയാലേ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ കോസ് 2x സൈൻ എക്സ് ആക്കാനായാലും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പക്ഷേ സൈൻ സ്ക്വയർ 2x എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ AX ആണ്. അപ്പോൾ നമുക്കതിനെ കോസ് സ്ക്വയർ AX ആക്കാനുള്ള ഫോർമുലയുണ്ട്. ഏതാണ് ഫോർമുല? നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ബിക്കോസ് സൈൻ സ്ക്വയർ AX ഈസ് ഇക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ AX. ഇത് നമുക്കുള്ളൊരു ഫോർമുലയുണ്ട്. ഈ ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൈനെ കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ബൈ അപ്ലൈയിങ് ദ ഫോർമുല -2 ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ AX, എയുടെ സ്ഥാനത്ത് 2 ആയതുകൊണ്ട് കോസ് സ്ക്വയർ 2x ബൈ കോസ് 2x ഇൻറ്റു DX. അപ്പം ദറ്റ് ഈസ് ഇക്വൽ ടു -2 ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ്, ഇപ്പം 1 മൈനസ് കോസ് സ്ക്വയർ 2x ബൈ കോസ് 2x ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. 1 ബൈ കോസ് 2x മൈനസ് കോസ് സ്ക്വയർ 2x ബൈ കോസ് 2x അങ്ങനെ എഴുതാമല്ലോ. സോ അങ്ങനെ എഴുതുമ്പം 1 ബൈ കോസ് 2x മൈനസ് കോസ് സ്ക്വയർ 2x ബൈ കോസ് 2x ഇൻറ്റു DX. ദാറ്റ് ഈസ് ഇക്വൽ ടു -2 അതുപോലെ തന്നെ എഴുതുന്നു ഇൻ്റഗ്രേഷൻ ഓഫ് 1 ബൈ കോസ് 2x. അപ്പോൾ 1 ബൈ കോസ് 2x എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം sec 2x ഫോർമുലയാണ്. 1 ബൈ കോസ് AX ഈസ് ഇക്വൽ ടു sec AX. ആ ഫോർമുല അപ്ലൈ ചെയ്തു. മൈനസ് കോസ് 2x, ഇവിടെ കോസ് സ്ക്വയർ 2x ആയതുകൊണ്ട് നമുക്ക് സ്ക്വയർ ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ മൈനസ് കോസ് 2x ഇൻറ്റു DX. ഓക്കെ, ഇപ്പം നമുക്കിതൊരു സിംപ്ലിഫൈഡ് രീതിയിലായി. ഇൻ്റഗ്രേഷൻ ഡയറക്റ്റ് നമുക്ക് 2 വാല്യൂകൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കിപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ഇക്വൽ ടു -2 ഇൻറ്റു sec 2x. ഇൻ്റഗ്രേഷൻ ഓഫ് sec 2x മൈനസ് 2 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇൻ്റഗ്രേഷൻ ഓഫ് കോസ് 2x ഇൻറ്റു DX ഇൻറ്റു DX. നമുക്ക് അതിൻ്റെ ഒന്നുകൂടെ സോൾവ് ചെയ്യുമ്പം -2 അതുപോലെ തന്നെ എഴുതി. ഇൻ്റഗ്രേഷൻ ഓഫ് sec 2x DX എന്ന് പറയുമ്പം അതിൻ്റെ ഫോർമുല നമുക്കറിയാം. ഇൻ്റഗ്രേഷൻ ഓഫ് sec 2x ഇൻ്റഗ്രേഷൻ ഓഫ് sec AX ഫോർമുലയാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ആ വാല്യൂ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പം ഇൻ്റഗ്രേഷൻ ഓഫ് sec 2x ആണല്ലോ. സോ 1/2 log sec 2x പ്ലസ് tan 2x. ജസ്റ്റ് ഞാനിവിടെ ഫോർമുല അപ്ലൈ ചെയ്യുന്നത് മാത്രം. ഇൻ്റഗ്രേഷൻ ഓഫ് sec AX എന്ന് പറഞ്ഞാൽ 1/2 log sec AX പ്ലസ് tan AX ആണ് ഫോർമുല. അപ്പോൾ ആ ഫോർമുല ഞാനിവിടെ അപ്ലൈ ചെയ്തു, ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്ത് മാത്രം. ഓക്കെ, നിങ്ങൾക്കൊരു ഇനി മനസ്സിലാണ്, ഞാൻ ഫോർമുല ഇവിടെ എഴുതിയേക്കാം ഫോർ ബെറ്റർ ക്ലാരിഫിക്കേഷൻ. സിൻസ് ഇൻ്റഗ്രേഷൻ ഓഫ് sec AX ഈസ് ഇക്വൽ ടു 1/2 log tan AX, ഓർ എങ്ങനെ വേണമെങ്കിലും എഴുതാം, sec AX പ്ലസ് tan AX. അപ്പം ഇതാണ് എൻ്റെ ഫോർമുല. അപ്പോൾ ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്തെന്ന് മാത്രം. മൈനസ് ഇൻ്റഗ്രേഷൻ ഓഫ് കോസ് 2x. ഇൻ്റഗ്രേഷൻ ഓഫ് കോസ് 2x എന്ന് പറയുമ്പോഴത്തേക്കും sin 2x ബൈ 2. ദാറ്റ്സ് ഇറ്റ്. സോ അതിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാമല്ലോ. ഇൻ്റഗ്രേഷൻ ഓഫ് കോസ് AX എന്ന് പറയുമ്പോൾ ഈസ് ഇക്വൽ ടു sin AX ബൈ A ആണ്. അപ്പം ആ ഫോർമുല അപ്ലൈ ചെയ്തു, ജസ്റ്റ് എഴുതിയത് മാത്രം. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു, ഓക്കെ, നമുക്കിനി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയേക്കാം. ഇവിടെ -2 കോമൺ ആയിട്ട് എടുത്തു. ഇപ്പോൾ ഈ രണ്ടെണ്ണത്തിനകത്ത് ഡിനോമിനേറ്ററിനകത്ത് 2 ഉണ്ട്. ഇപ്പോൾ ഈ വാല്യൂക്കകത്തും ഡിനോമിനേറ്റർ 2 ആണ്, ഇതിനകത്ത് ഡിനോമിനേറ്റർ 2 ആണ്. അപ്പോൾ ഈ 2 നമുക്ക് പുറത്തെടുത്ത് എഴുതാം. സോ ബൈ 2 just taking the common 2 outside into log of sec 2x plus tan 2x minus sin 2x. ഓക്കെ,
നമുക്കും ഈ പിയുടെ വാല്യൂ മേളിലേക്ക് എടുത്തെഴുതുകയാണ് ഞാൻ. ഫോർ ഫ്യൂച്ചർ പി ഈസ് ഇക്വൽ ടു സൈൻ 2x മൈനസ് ലോഗാരിതം ഓഫ് സെക് 2x പ്ലസ് ടാൻ 2x. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ട വാല്യൂ ഓഫ് ക്യൂ വാല്യൂ ആണ്. അപ്പോൾ ക്യൂ കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്കറിയാം. സോ ക്യൂ ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രേഷൻ ഓഫ് f1 ഇൻറ്റു ക്യാപിറ്റൽ X ബൈ f1 f2 ഡാഷ് മൈനസ് f1 ഡാഷ് f2 ഇൻറ്റു dx ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് f1 ഇൻറ്റു x, അപ്പോൾ f1ൻ്റെ വാല്യൂ എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം, ദറ്റ് ഈസ് cos 2x. അതേപോലെ എഴുതുന്നു ഇൻറ്റു ക്യാപിറ്റൽ X എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂ, അപ്പോൾ 4 tan 2x ബൈ f1 f2 ഡാഷ് മൈനസ് f1 ഡാഷ് f2 ഓൾറെഡി സിംപ്ലിഫൈ ചെയ്തായിരുന്നു, വാല്യൂ അതിൻ്റെ 2 ആണ്, ഇൻറ്റു dx. ഓക്കെ, ദറ്റ് ഈസ് ഇക്വൽ ടു നമുക്കിതിനെ സോൾവ് ചെയ്യാം. സോ ഇൻ്റഗ്രേഷൻ ഓഫ് cos 2x ഇൻറ്റു 4 tan 2x ആണ് നമ്മുടെ ടൈം. അപ്പം ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ കോസും അല്ലെങ്കിൽ ടാനും ഇത് ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ നമുക്ക് കിട്ടണം. അപ്പോൾ കോസിനെ ഏതായാലും ടാൻ ഫോർമാറ്റിലാക്കാൻ പറ്റില്ലാത്ത നമുക്ക് ടാനിനെ കോസ് ആക്കാൻ പറ്റും. സോ ഫസ്റ്റ് ഞാൻ കോൺസ്റ്റൻസിനെ പുറത്ത് എഴുതുന്നു, ഈ 4/2 ടേക്കിംഗ് ദ കോൺസ്റ്റൻസ് ഔട്ട് സൈഡ് 4/2 ഇൻ്റഗ്രേഷൻ ഓഫ്, ഇപ്പം cos 2x ഇൻറ്റു ഇവിടെ tan 2x ആണ്. അപ്പം tan 2xന് എനിക്ക് sin 2x ബൈ cos 2x എന്ന് എഴുതാം, ബിക്കോസ് tan ax ഈസ് ഇക്വൽ ടു sin x ബൈ cos ax എന്ന ഫോർമുല ഉള്ളത് കാരണം. സോ റൈറ്റിംഗ് sin ax ബൈ cos ax ഇൻറ്റു dx. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. അത് tan ax ഈസ് ഇക്വൽ ടു sin ax ബൈ cos ax, ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഈ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത് എഴുതുന്നത് മാത്രം. സോ ഇവിടെയും cos 2x ആണ്, ന്യൂമറേറ്ററിലെ cos 2xും ഡിനോമിനേറ്ററിലെ cos 2xും ക്യാൻസൽ ചെയ്യാം. സോ നമുക്കിപ്പോൾ ഇവിടെയുള്ള വാല്യൂ sin ax മാത്രം. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു 4/2 എന്ന് പറയുമ്പോൾ 2 ഇൻ്റഗ്രേഷൻ ഓഫ് sin ax dx. ദാറ്റ് ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് sin ax. ഇൻ്റഗ്രേഷൻ ഓഫ് sin axൻ്റെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഈസ് ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് sin ax എന്ന് പറയുമ്പോഴത്തേക്കും cos sin 2x ആണിത്. അപ്പം ഇൻ്റഗ്രേഷൻ ഓഫ് sin 2x cos 2x ബൈ 2. ഓക്കെ, ഇനി 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ 2 ക്യാൻസൽ ചെയ്താൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടി cos 2x. ദാറ്റ് മീൻസ് q ഈസ് ഇക്വൽ ടു cos 2x. ക്യൂയുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണമെങ്കിൽ p ഇൻറ്റു f1 പ്ലസ് q ഇൻറ്റു f2 ആണല്ലോ. പിയുടെ വാല്യൂ ക്യൂയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കിനി ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് പി ഐ കണ്ടുപിടിക്കാം. സോ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ പി ഐ ഈസ് ഇക്വൽ ടു പി ഇൻറ്റു f1. അപ്പം പിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ദറ്റ് ഈസ് sin 2x മൈനസ് ലോഗരിതം ഓഫ് sec 2x പ്ലസ് tan 2x ഇൻറ്റു പി f1. ഇപ്പോൾ f1ൻ്റെ വാല്യൂ cos 2x പ്ലസ് ക്യൂയുടെ വാല്യൂ മൈനസ് cos 2x ഇൻറ്റു f2. സോ f2 വാല്യൂ ഈസ് sin 2x. അപ്പം ഞാൻ ആ sin 2xൻ്റെ വാല്യൂ എടുത്തെഴുതി, ദറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. cos 2xനെ നമുക്ക് ആദ്യം അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം sin 2x ഇൻറ്റു cos 2x മൈനസ് cos 2x ഇൻറ്റു log of sec 2x പ്ലസ് tan 2x പ്ലസ് ഇൻറ്റു മൈനസ് cos 2x ഇൻറ്റു sin 2x. ഞാൻ sin 2x ഇൻറ്റു cos 2x ആയിട്ട് ഞാൻ എഴുതുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് പ്ലസ് sin 2x cos 2x ഉണ്ട്, ഇവിടെ മൈനസ് sin 2xും cos 2xും ഉണ്ട്. സോ പ്ലസ് ടൈം ആൻഡ് മൈനസ് ടൈം ഒരുപോലെ ആയതുകൊണ്ട് നമുക്കിതിനെ ക്യാൻസൽ ചെയ്യാം. സോ മൈനസ് ക്യാൻസൽ, പ്ലസ് 2 മൈനസ് 2 0 ആകുമല്ലോ, സെയിം തിങ്, ദറ്റ് ഈസ് ഇക്വൽ ടു ഈ ടൈം മാത്രം. സോ മൈനസ് cos 2x ഇൻറ്റു ലോഗരിതം ഓഫ് sec 2x പ്ലസ് tan 2x. ഇതാണ് നമ്മുടെ പാർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. ദിസ് ഇസ് എ പി ഐ ഫോർ ദിസ് ഇക്വേഷൻ. അങ്ങനെ പാർട്ടിക്കുലർ ഇൻ്റഗ്രൽ നമ്മൾ
കണ്ടുപിടിച്ചു. സോ പാർട്ടിക്കുലർ ഇൻ്റഗ്രൽ കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി കംപ്ലീറ്റ് സൊല്യൂഷൻ y എഴുതാം. y ഈസ് ഇക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പാർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അപ്പം കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് മേളിൽ അറിയാം. c1 cos 2x പ്ലസ് c2 sin 2x. സോ c1 cos 2x പ്ലസ് c2 sin 2x പ്ലസ് ദ പാർട്ടിക്കുലർ ഇൻ്റഗ്രൽ വാല്യൂ. പാർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പം മൈനസ് ഓഫ് cos 2x ഇൻറ്റു log sec 2x plus tan 2x. So that is equal to നമുക്ക് ഈ പ്ലസിനെ മൈനസിനെയും കൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമ്മുടെ വാല്യൂ നമുക്ക് c1 cos 2x plus c2 sin 2x plus into minus minus into cos 2x into log of sec 2x plus tan 2x. So this is the complete solution y for the term for the question d square y by dx square plus 4y equal to 4 tan 2x. So friends, എല്ലാവർക്കും ഈ പ്രോബ്ലം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 4y ഈക്വൽ ടു 4 tan 2x ആയിരുന്നു. അപ്പം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ആസ് ഓൾവേസ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഫൗണ്ട് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ആൻഡ് ഇതിനകത്ത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കേണ്ട ഫോർമുല PF1 പ്ലസ് QF2 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം P കണ്ടുപിടിക്കണം, പിന്നെ Q കണ്ടുപിടിക്കണം. സോ P കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ F1 F2 ഡാഷ് മൈനസ് ഈ വാല്യൂ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് P ആൻഡ് Q വാല്യൂസ് കിട്ടി. അത് കഴിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പാർട്ടിക്കുലർ ഇൻ്റഗ്രൽ കിട്ടി. സോ y കംപ്ലീറ്റ് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പാർട്ടിക്കുലർ ഇൻ്റഗ്രൽ. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ആൻഡ് മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് അനദർ ടോപ്പിക്. ബൈ. This is all about method of variation of parameters. Thank you for watching the video. Bye.